ഭരണസമിതിയുടെ തീരുമാനം നടപ്പാക്കുന്നില്ലെന്നാരോപിച്ച് സെക്രട്ടറിയുടെ മുറിക്ക് പൂട്ടിട്ട് പഞ്ചായത്ത്. കാലടി പഞ്ചായത്തിലാണ് സംഭവം. ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കാലടി പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറി ലിജോയും തമ്മിൽ ഏറെക്കാലമായി തർക്കത്തിലാണ്. ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ സെക്രട്ടറി നടപ്പിലാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തർക്കം ആരംഭിക്കുന്നത്. വിഷയത്തിൽ പലതവണ സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെക്രട്ടറിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭരണസമിതി പ്രമേയം പാസാക്കി സർക്കാരിലേക്ക് അയച്ചു. തുടർന്ന് സെക്രട്ടറിയോട് അവധിയിൽ പ്രവേശിക്കാൻ ഭരണസമിതി നിർദ്ദേശിച്ചിരുന്നു. ഇത് ചെവിക്കൊള്ളാതെ ജോലിക്ക് എത്തിയതോടെയാണ് അംഗങ്ങൾ ചേർന്ന് മുറി പൂട്ടിയത്. സെക്രട്ടറി കൃത്യമായിട്ട് ജോലിക്ക് ഹാജരാവുന്നില്ലെന്നും ഭരണസമിതി തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിരന്തരം വിസമ്മതിക്കുന്നുവെന്നും ഭരണസമിതി ആരോപിക്കുന്നു. ഭരണസമിതിയെ അറിയിക്കാതെ ഒറ്റയ്ക്കാണ് സെക്രട്ടറി തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഇതിനാൽ പഞ്ചായത്തിലെ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയുന്നില്ലെന്നും ഇതാണ് മുറി പൂട്ടുന്നതിലേക്ക് എത്തിച്ചതെന്നും പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പുള്ളിയുടെ ഒരു തൻപ്രമാണിത്വമാണ് ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരുന്നത്. പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന ഒരു തീരുമാനവും നടപ്പിലാക്കുന്നതിന് അദ്ദേഹം മനസ്സ് വയ്ക്കാറില്ല. പുള്ളിക്ക് ഇഷ്ടമല്ലാത്ത എല്ലാം പുള്ളി തട്ടിമാറ്റി കളയുന്ന ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പഞ്ചായത്തിൻ്റെ പദ്ധതികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് നടത്തുക ഒരു പോളിസിയിലേക്കാണ് ഈ ജീവനക്കാർ പലരും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തോട് ജോലിയിൽ ലീവ് എടുക്കണം എന്നാവശ്യപ്പെട്ടത്. ഗുരുതരമായ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 12/4 ഏപ്രിൽ 12-ാം തീയതി ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി അജണ്ട വെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഐക്യകണ്ഠേന 17 പേരും കൂടി ഐക്യകണ്ഠേന ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. 3-1 തീരുമാനമായിട്ട് അദ്ദേഹത്തിൻ്റെ കൃത്യവിലോപവും. കാരണം ആഴ്ചയിൽ 2 ദിവസം എന്തൊക്കെ പറഞ്ഞാലും ഈ പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറി ഉണ്ടാവാറില്ല. ജീവനക്കാരിൽ ചിലർ കുത്തഴിഞ്ഞ പുസ്തകം പോലെ നടന്നതിനെയും ഇദ്ദേഹത്തിൻ്റെ ഈ പോക്ക് ബാധിച്ചിട്ടുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്താണ് ഇദ്ദേഹം സംസാരിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പഞ്ചായത്തിന് ദോഷകരമാണ് എന്നുള്ളതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തു. മുറി പൂട്ടിയ സംഭവം സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ അറിയിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ജോയിന്റ് ഡയറക്ടറും തമ്മിൽ നടന്ന അനുരഞ്ജന ചർച്ചയ്ക്കൊടുവിൽ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി. വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ ഭരണസമിതി അംഗങ്ങൾ മുറി തുറന്നു നൽകി. ന്യൂസ് മലയാളം 24/7 കൊച്ചി.